welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ലോഞ്ചറീസും ആക്ടിവേഴ്സും ആട്ടോ കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫേസ് കാനഡയുടെ നോട്ട് ടു സെൽഫ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക് ആട്ടോ, എല്ലാ സ്കിൻ ടോൺസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നോട്ട് ടു സെൽഫ് എന്നാട്ടോ ഷെയ്ഡിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഹോള ഏറ്റവും ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു ലെഗിൻസ് ആണ്. ഇത് നൈക്കഡ് ബൈ നൈക്കയുടെ ലെഗിൻസ് ആട്ടോ. നല്ല ലെഗിൻസ് ആണ്. ഞാൻ മുന്നേ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് യോഗ ചെയ്യുമ്പോഴും വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം ഇടാൻ പറ്റിയ ലെഗിൻസ് ആണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഈ എലാസ്റ്റിക് ആണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുണ്ട്, നല്ല കംഫർട്ടബിൾ ആട്ടോ. ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ഇത്രയാണ് ലെങ്ത് വരുന്നത്. ഇതിൻ്റെ വേറെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്തത് 597 റുപ്പീസിനാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചിലതിന് മാത്രം ഏകദേശം ഈ ഒരു അറൗണ്ട് ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. പിന്നെ ചിലതിന് 999 ആട്ടോ റേറ്റ് വരുന്നത്. അത് ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല കംഫർട്ടബിൾ, നല്ല അടിപൊളിയായിട്ടുള്ള ലെഗിൻസ് ആണിത്. നെക്സ്റ്റ് വരുന്നത് എനാമോറിൻ്റെ സ്പോർട്സ് ബ്രാ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രായ ആട്ടോ. പിന്നെ ഇതാണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ആണ്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ വേറെ പല ഡിസൈൻസും പല കളേഴ്സും അവൈലബിൾ ആണ്. സോ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ മേടിച്ച ഷെയ്ഡ് പേൾ എന്ന് പറഞ്ഞ ഷെയ്ഡ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ബ്ലെൻഡ് ആണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ. ആൻഡ് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ പല ഡിസൈൻസും അവൈലബിൾ ആട്ടോ. ആൻഡ് ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ പാഡിങ് ഉണ്ട് കേട്ടോ. റിമൂവ് ചെയ്യാൻ പറ്റുന്ന പാഡിങ് ആണ്. റിമൂവ് ചെയ്യാം നമുക്ക് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പം സ്പോർട്സ് ബ്രാ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാം. അപ്പോൾ ഇടുകയാണെങ്കിൽ നമ്മൾ പാഡ്സ് റിമൂവ് ചെയ്തിട്ട് വേണം ഇടാൻ. പാഡോടെ ഇട്ടാൽ പാഡിൻ്റെ ഷേപ്പ് മാറും കേട്ടോ. അപ്പോൾ നമ്മൾ പാഡോടെ ഇടല്. പിന്നെ ഈ ഒരു സ്പോർട്സ് ബ്രാ ഇടുമ്പം ഈ പാഡിങ് ചെറുതായിട്ട് പുറത്തേക്ക് കാണിക്കും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കളറിൻ്റെ ആവും ചിലപ്പം. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 849 റുപ്പീസിനാണ്. പിന്നെ നല്ല കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മെഷ് മോഡലാണ്. നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടാങ്ക് ടോപ്പാണ്. ഇത് എനാമോറിൻ്റെ ആട്ടോ. ഞാൻ എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഇതിൻ്റെ വേറൊരു കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണം കൂടി, വേറെ 2 കളേഴ്സും കൂടി ഞാൻ പർച്ചേസ് ചെയ്തു. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. പിന്നെ എനിക്കത് ഇട്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഒരു സൈസ് അപ്പ് ആട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ മനസ്സിലാവും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഇതിൻ്റെ ബാക്ക് ആണെങ്കിൽ റേസർ ബാക്കാണ് വരുന്നത്. പിന്നെ ബാക്കിലാണെങ്കിൽ മൊത്തം മെഷ് മോഡലാട്ടോ. ഞാൻ പെട്ടെന്ന് കണ്ടില്ല, കണ്ടോ, കുറച്ച് ഇങ്ങനെ മെഷ് ടൈപ്പാണ് വരുന്നത്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് സൂപ്പർ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ കണ്ടോ റിഫ്ലക്റ്റീവ് ഗ്രാഫിക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഒരു ഷെയ്ഡും കൂടെ ഞാൻ പർച്ചേസ് ചെയ്തേ, ഗ്രേ കളറ്. സെയിം ഫീച്ചേഴ്സ് ആട്ടോ. ഇതും ഒരു സൈസ് അപ്പാണ്. അപ്പോൾ നിങ്ങൾ ഒരു സൈസ് അപ്പ് മേടിച്ചാൽ നല്ലതായിരിക്കും. കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് കിട്ടും. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 398 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലിസ് ക്ലബിൻ്റെ ഈ ഒരു ലെഗിൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബ്ലിസ് ക്ലബിൻ്റെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. യൂട്യൂബിലൊക്കെ കുറേ പേര് ബ്ലിസ് ക്ലബിൻ്റെ പ്രൊഡക്ട്സ് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആട്ടോ ബ്ലിസ് ക്ലബിൻ്റെ. ഇത് ലെഗിൻസ് ആണ്. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ലെഗിൻസ്. ആങ്കിൾ ലെങ്ത് ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പോക്കറ്റ്സ് ഉണ്ട്. 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ലെഗിൻസ് ആണെങ്കിൽ കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഇതാണെങ്കിൽ ഹൈ വേസ്റ്റഡ് ആട്ടോ. ആൻഡ് ഇതിൻ്റെ ഇവിടുത്തെ എലാസ്റ്റിക് ഇത്രയാണ് വരുന്നത്. പിന്നെ ഇതിനാണെങ്കിൽ ഇവിടെ വേറൊരു എലാസ്റ്റിക്കും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ.
അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ നമുക്ക് ലൂസ് ആണെങ്കിൽ ഇത് ജസ്റ്റ് പുള്ള് ചെയ്തിട്ട് മേളിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ആങ്കിൾ ലെങ്ത് ആണ്. പിന്നെ ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഞാനത് മേടിച്ചത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാൻ മേടിച്ച ഷെയ്ഡ് ബർക്ക ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 849 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ടാങ്ക് ടോപ്പാണ്. ഇത് ജോക്കിയുടെ ടാങ്ക് ടോപ്പാട്ടോ. ഇതിങ്ങനെ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഈ കിളിപ്പച്ചയില്ല ആ ഒരു കളറാട്ടോ. ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു കളറാണ്. അപ്പോൾ ഇതാണെങ്കിൽ റേസർ ബാക്ക് ആണ്. ഇവിടെ ആണെങ്കിൽ ഗ്രാഫിക്ക് വരുന്നുണ്ട്. ഇത്ര ലെങ്ത് ആട്ടോ വരുന്നത്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ പോളിസ്റ്റർ ആണ്. ആൻഡ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. കുറച്ച് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ എനാമോറിൻ്റെ ഈ ഒരെണ്ണം വെച്ച് ഇതിൻ്റെ മെറ്റീരിയൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് എനാമോറിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആട്ടോ. ജോക്കി നല്ലതാട്ടോ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പം അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത്. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇതാണ് കുറച്ചുകൂടി ഒരു തിൻ മെറ്റീരിയലാട്ടോ. ഇങ്ങനെ കുറച്ച് തിന്നായിട്ട് ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. ഇതും ഞാൻ ഒരു സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്തത്, ലാർജ് സൈസ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 679 റുപ്പീസിനാണ്. ഇത് ഒരു റീപർച്ചേസ് ആണ്. ഇത് നൈക്കഡ് ബൈ നൈക്കയുടെ ബ്രായാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. ഈ ഒരു റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേയും ഈ ഒരു റേഞ്ചിൽ നിന്ന് കുറേ കളേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. ആൻഡ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയലാട്ടോ. ലൈറ്റ്ലി പാഡഡ് ആണ്. നോൺ വയേർഡ് ആയിട്ടുള്ള ബ്രായാട്ടോ. ടീഷർട്ട് ബ്രായാണ്. പിന്നെ ഇത് ഈ ഒരു സ്ട്രാപ്സ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചില ഭാഗത്ത് ഇങ്ങനെ സോഫ്റ്റ് നെറ്റ് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് നൈക്കഡ് ബൈ നൈക്കയുടെ ഈ ഒരു റേഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞാനത് ഈ ഒരു ബ്രാ പർച്ചേസ് ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഞാൻ മുന്നേ വേറെ കളേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 698 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ക്ലോവിയയുടെ ഈ ഒരു ബ്രായാണ്. ഇത് ബാൽക്കണേറ്റ് ബ്രായാട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു മോഡലാണെങ്കിൽ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ കപ്പാണെങ്കിൽ ഒരു ബേജ് കളറാണ്. അതിലിങ്ങനെ ബ്ലാക്ക് ലേസ് വരുന്നുണ്ട്. ബാക്കിൽ ഇവിടെ ഒരു നെറ്റ് മെറ്റീരിയലാട്ടോ. ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ്. പിന്നെ ഇതിനാണെങ്കിൽ പാഡിങ് വരുന്നുണ്ട്. ഭയങ്കര ഹെവി ആയിട്ടുള്ള പാഡിങ് ഒന്നുമല്ല കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ അണ്ടർവയർ ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ക്വയർ നെക്കിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ബ്രായാണ്. പിന്നെ കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്ക് ലൈനുള്ള ഡ്രസ്സിനും ടോപ്സിനൊക്കെ ഇടാൻ പറ്റിയ ബ്രായാണ്. ആൻഡ് ഞാൻ അത് പർച്ചേസ് ചെയ്ത് 493 റുപ്പീസിനാണ്. ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ക്ലോവിയയുടെ ചില ബ്രാസിന് ഈ ഒരു ബാൻഡ് സൈസ് ചിലപ്പോൾ ടൈറ്റ് ആയിട്ട് വരാറുണ്ട്. അത് ചില ബ്രാസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയ രീതിയിൽ ടൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സംഭവം ഉണ്ട്, ബാക്കിലി ഹുക്സ്. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.